ഹലോ, ഇന്ന് നമുക്ക് ചോറിനൊപ്പം ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് വെറും ചമ്മന്തിയൊന്നുമല്ല, ഇതൊരു ആരും ചെയ്തിട്ടില്ലാത്തൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അതായത് നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി തയ്യാറാക്കിയത്. അതിനാവശ്യമായ സാധനങ്ങൾ: എരിവിനാവശ്യമായ മുളക്, ഞാൻ കാശ്മീരി ചില്ലി എടുത്ത്, പിന്നെ ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലെ പുളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുറി തേങ്ങ, 3 നാരങ്ങ. ഇത് 3 നാരങ്ങ ഞാൻ വെച്ചെങ്കിലും ഇതൊരു കുഞ്ഞു മുറി തേങ്ങയ്ക്ക് ഞാൻ 1 നാരങ്ങയെ എടുക്കുന്നുള്ളൂ. കാരണം 3 നാരങ്ങ ഞാൻ കാണിച്ചതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നാരങ്ങയും കൂട്ടാം, ഇതും ബാക്കിയുള്ള സാധനങ്ങളും കൂട്ടിയെടുക്കാം. എന്നിട്ട് നാരങ്ങ ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചു. വെളുത്തുള്ളി വൃത്തിയാക്കി, ബാക്കി പുളിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം, അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഒഴിച്ചിട്ട് നമ്മളിതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച്, ഇഞ്ചി ഇത്ര കഷ്ണമേ വേണ്ടി ആവശ്യമുള്ളൂ. ഞാൻ ഇഞ്ചി ഞാൻ കാണിച്ചപ്പോൾ കുറച്ച് കൂടുതൽ കാണിച്ചെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുടെ ആവശ്യമേ ഉള്ളൂ. അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നമുക്കിത് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിക്കണം. അതിൻ്റോടൊപ്പം നമ്മളിതിലിടുന്നത് 1 സ്പൂൺ മല്ലിയാണ്, പച്ചമല്ലി. അതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വറുക്കണം. നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. മൂത്ത് ഈ നാരങ്ങയുടെയൊക്കെ മണം മാറി നല്ല ടേസ്റ്റി മണം കിട്ടും നമുക്ക്. എന്ന് വെച്ചാൽ അസാധ്യമായ ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത്. ആ മണം കിട്ടത്തക്ക പാകത്തിന് ഇതിനെ നന്നായിട്ട് വറുക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ അത് നമുക്കറിയാം, മുളക് നന്നായിട്ട് ഒരിക്കലും ഇത് കരിഞ്ഞു പോകരുത്. മീഡിയം ടു ലോയിലേക്ക് മാറ്റിയിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ ഇത് നന്നായിട്ട് തന്നെ മൂത്തെടുക്കണം. പുളിയും മൂത്ത് ഉള്ളി വെന്ത് മൂക്കും. നാരങ്ങയുടെ ആ തൊലിയൊക്കെ നല്ല സോഫ്റ്റായി വരും. ആ പരുവത്തിൽ ഇതിൽ മൂത്ത് വരുമ്പോൾ നമുക്കത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം നാരങ്ങയുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റായി. ഇനി നമുക്ക് ഇത്രയും മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ 1 മുറി തേങ്ങ തിരുകിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കി അല്പം ഉപ്പ്, അല്പം എന്ന് വെച്ചാൽ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ്, അതും കൂടെ ഇട്ടിട്ട് ഇളക്കി ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് ആ പാത്രത്തിലെ ചൂടിൽ മാത്രം തേങ്ങ ഒന്ന് ചൂടായാൽ മതി, തേങ്ങ അധികം മൂക്കണ്ട. എന്നിട്ട് ഇതൊന്ന് അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുക്കുന്നത് വരെ ആ പാത്രത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് തേങ്ങയുടെ പച്ച മണം മാറത്തുമില്ല, എന്നാൽ ആ വെളിച്ചെണ്ണ കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ച എണ്ണ കംപ്ലീറ്റ് ആ തേങ്ങയിൽ മിക്സായിട്ട് നല്ല പരുവത്തിനായി കിട്ടും. ഇതിനാണ് ആ പാത്രത്തിലെ ചൂടിൽ തന്നെ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ നിർത്തി ഇതുപോലെ അരച്ചെടുത്താൽ മതി. അരച്ചിട്ട് മിക്സിയിൽ നിന്ന് പുറത്തെടുത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, തീർച്ചയായും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റിയാണ് ഈ ചമ്മന്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ.